ഫ്രീ ഫുഡ്, ലോകത്തിലെ ഏറ്റവും വലിയ കഫേയിൽ. എന്നിട്ട് എന്താണ് സംഭവിച്ചതെന്നറിയാമോ? ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം നടന്നു. എന്താണെന്നറിയാൻ അവസാനം വരെ കണ്ടോളൂ, കാരണം ഇതൊരിക്കലും പ്രതീക്ഷിക്കാത്തതായിരുന്നു. നമസ്കാരം ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളിപ്പോൾ ബൊംസന്ദ്രയിലുള്ള രാമേശ്വരം കഫേയിലാണ് വന്നിരിക്കുന്നത്. ഇതൊരു സാധാരണ കഫേയല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കഫേകളിലൊന്നാണ്. ഇത് ഹുസൂർ റോഡിലുള്ള നാരായണ ഹൃദയത്തിലേക്ക് സമീപമാണ്. ഇത് 90,000 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ നിർമ്മിച്ചതാണ്. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കഫേകളിൽ ഒന്നാണ്. ഒരേ സമയം 3000 ആളുകളെ സെർവ് ചെയ്യാൻ കഴിയുന്ന കപ്പാസിറ്റി ഉണ്ട്. അതിൽ ഏറ്റവും ക്രേസി കാര്യം എന്താണെന്നറിയാമോ? 3 ദിവസത്തേക്ക് ഫ്രീ കോംപ്ലിമെന്ററി ഫുഡ് നൽകുന്നു. ഏപ്രിൽ 10 മുതൽ 12 വരെ, വൈകിട്ട് 6 മുതൽ 11 വരെ. ഈ കഫേ ഒരു ട്രഡീഷണൽ ടെമ്പിൾ സ്റ്റൈലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സുന്ദരമായ ദശാവതാര സ്കൾപ്ചേഴ്സ്, ശാന്തമായ ഗോശാല, ഇത് മുഴുവൻ ഒത്തന്റിക് ആയിട്ടുള്ള സൗത്ത് ഇന്ത്യൻ ഫീൽ നൽകുന്നു. ഞങ്ങൾ ഫസ്റ്റ് ഡേ തന്നെ പോയി. അപ്പോൾ ക്രൗഡ് കണ്ടപ്പോൾ ഞങ്ങൾ ഷോക്കായി. എവിടെയും ആളുകൾ, മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്തു. 2 साल का जो मेहनत था, इस दिन के लिए वेट कर रहे थे. वो दिन आ गया. क्या आप लोग तैयार हैं? क्या आप लोग तैयार हैं? अभी तो जोश, अभी तो जोश. ಕ್ಯೂ ಅಲ್ಲಿ ನಿಂತಿರುವಂತ ಎಲ್ರಿಗೂ ನಮಸ್ಕಾರ. ಎಲ್ರಿಗೂ ದ ರಾಮೇಶ್ವರಂ ಕೆಫೆ ಬೊಂಸಂದ್ರಗೆ ವೆಲ್ಕಮ್ ಮಾಡ್ತಾ ಇದೀವಿ. ഏറ്റവും വലിയ സർപ്രൈസ് വരാനിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സംഭവം നടന്നു. എൻ്റെ ഭാര്യയാണ് ഈ പുതിയ ഔട്ട്ലെറ്റിൽ കോംപ്ലിമെന്ററി ഫുഡ് ലഭിച്ച ഫസ്റ്റ് കസ്റ്റമർ. ഞങ്ങളുടെ സിഗ്നേച്ചർ ഡിഷസ് ആയ ഗീ പൊടി ഇഡ്ലി, ഓപ്പൺ ബട്ടർ മസാല ദോശ, ഫിൽട്ടർ കോഫി, ഐസ്ക്രീം എന്നിവയാണ് ട്രൈ ചെയ്തത്. സത്യം പറയുമ്പോൾ ടേസ്റ്റ് സൂപ്പറായിരുന്നു കേട്ടോ. ഒഫീഷ്യൽ പബ്ലിക് ഓപ്പണിംഗ് ഏപ്രിൽ 13 രാവിലെ 5 മണിക്ക് തുടങ്ങും. LPG ഇഷ്യൂസ് കാരണം ചില ഷെഡ്യൂൾ മാറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പോകുന്നതിന് മുമ്പ് ചെക്ക് ചെയ്യാൻ മറക്കരുത്. ಊಟ ತಿಂಡಿ ರಾಮೇಶ್ವರಂ ಕೆಫೆನಲ್ಲಿದೆ. ಸೊ ಐ ರಿಕ್ವೆಸ್ಟ್ ಎವ್ರಿ ಒನ್ ಟು ಫಾಲೋ ದ ಕ್ಯೂ ಬಿಕಾಸ್
lower your windows and pick your friends. ഇതിനൊപ്പം എക്സ്പീരിയൻസ് ഇവിടെ തീർന്നില്ല. അവിടെ ഒരു മനോഹരമായ ഗംഗാരതി നടത്തി. അത് വാരണാസിയിൽ ചെയ്യുന്നത് പോലെ അതേപോലെ തന്നെയായിരുന്നു. അവരുടെ സ്പിരിച്വൽ ഗ്രാൻഡ്, അതൊരു ഭക്തിസാന്ദ്രമായ ഒരു അനുഭവമായിരുന്നു. നിങ്ങൾ ബാംഗ്ലൂരിലാണെങ്കിൽ ഈ സ്ഥലം മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള ഫുഡ് വീഡിയോസ് കാണാൻ ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ തന്നെ ഫ്രീ ഫുഡ് കിട്ടാൻ ഇത്രയും വലിയ ക്യൂവിൽ നിങ്ങൾ നിൽക്കുമോ? ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.